കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, പയ്യന്നൂർ കൃഷിഭവൻ, പയ്യന്നൂർ ബ്ലോക്ക്. വിജയഗാഥ 2023-24. കാർഷിക മേഖലയിലെ സമഗ്രമായ മുന്നേറ്റത്തിന്റെ കഥയാണ് 2023-24 വർഷത്തിൽ പയ്യന്നൂരിന് പറയാനുള്ളത്. കൃഷിവകുപ്പിന്റെ വിവിധങ്ങളായ പദ്ധതികളും നഗരസഭയുടെ ജനകീയാസൂത്രണ പരിപാടിയും കാർഷിക രംഗത്തെ സജീവമായ ഇടപെടലിനും അതുവഴി ഉൽപാദന രംഗത്തെ വലിയ തോതിലുള്ള മികവിനും വഴിയൊരുക്കി. അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി ആത്മ മുഖേന നടപ്പിലാക്കിയ പദ്ധതികൾ ഏറെ ശ്രദ്ധേയമായി. പുതിയ മാനങ്ങളുള്ള പദ്ധതിയാണ് ഫാം പ്ലാൻ ബേസ്ഡ് ഡെവലപ്മെന്റ് അപ്രോച്ച്. കർഷകന്റെ കൃഷിയിടം ആധാരമാക്കി പദ്ധതി ആസൂത്രണം ചെയ്ത് കൃഷിയിടത്തിന്റെ സർവ്വതോന്മുഖമായ അഭിവൃദ്ധിയിലേക്ക് നയിക്കുകയും ഇതുവഴി കർഷകന് വരുമാന വർധനവ് ഉണ്ടാക്കുകയുമാണ് ലക്ഷ്യമിടുന്നത്. പയ്യന്നൂർ, കോറോം, വെള്ളൂർ എന്നീ 3 വില്ലേജുകളായി വ്യാപിച്ചു കിടക്കുന്ന 5422 ഹെക്ടർ വിസ്തൃതിയുള്ള ഒരു നഗരസഭയാണ് പയ്യന്നൂർ നഗരസഭ. പയ്യന്നൂർ നഗരസഭയിൽ വിള വിസ്തൃതി തന്നെ 3825 ഹെക്ടറോളം വരും. അതിൽ 16 പാടശേഖരങ്ങളായി വ്യാപിച്ചു കിടക്കുന്ന 1ഉം 2ഉം വിള നെൽകൃഷി ചെയ്യുന്നുണ്ട്. 1ാം വിള നെൽകൃഷി 138ഓളം ഹെക്ടറും 2ാം വിള നെൽകൃഷി 90 ഹെക്ടറോളം ചെയ്തു വരുന്നു. കഴിഞ്ഞ 2023-24 വർഷത്തിൽ തരിശു നെൽകൃഷി പദ്ധതിയിൽ 10 ഹെക്ടർ സ്ഥലം 2ാം വിളയിൽ നെൽകൃഷി വികസനം വരുത്താൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ പച്ചക്കറി വികസന പദ്ധതിയിലും SHM പദ്ധതികളിലും ആത്മയുടെ ഫാം പ്ലാൻ പദ്ധതികളിലും മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു. പയ്യന്നൂർ കൃഷിഭവൻ പരിധിയിൽ 46 കൃഷിക്കൂട്ടങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 2 എണ്ണം സർവീസ് സെക്ടറും 1 എണ്ണം വാല്യൂ അഡീഷൻ സെക്ടറിലും 1 എണ്ണം മാർക്കറ്റിംഗ് സെക്ടറിലും പ്രവർത്തിച്ചു വരുന്നു. മാർക്കറ്റിംഗ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന നന്മ കൃഷിക്കൂട്ടമാണ് അഗ്രിഗേഷൻ സെന്റർ നടത്തുന്നത്. കോറോം വില്ലേജിലെ മുത്തത്തിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഫാം പ്ലാനിൽ ഉൾപ്പെട്ട കർഷകരുടെയും കൃഷിക്കൂട്ടങ്ങളിലെയും ഉൽപ്പന്നങ്ങൾ അഗ്രിഗേഷൻ സെന്റർ വഴി ആഴ്ച ചന്തയിലേക്കും എക്കോ ഷോപ്പിലേക്കും എത്തിക്കുന്നു. വാല്യൂ അഡീഷൻ സെക്ടറിൽ പ്രവർത്തിക്കുന്ന കൃഷിക്കൂട്ടമാണ് ചൂരത്തോട് കൃഷിക്കൂട്ടം. കർഷകരുടെ കയ്യിൽ നിന്നും നെല്ല് സംഭരിച്ച് ഉണക്കലരി ബ്രാൻഡ് ചെയ്ത് വിപണനം ചെയ്യുന്നു. വാല്യൂ അഡീഷൻ സെക്ടറിൽ അനുവദിച്ച വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് ഉപയോഗിച്ച് ഒരു ഫ്ലോർ മിൽ കൂടി വാങ്ങി ഉൽപ്പന്ന സംസ്കരണം നടത്തി വരുന്നുണ്ട്. സർവീസ് സെക്ടറിലെ 2 കൃഷിക്കൂട്ടങ്ങളാണ് കാനം കൃഷിക്കൂട്ടവും തരംഗ് കൃഷിക്കൂട്ടവും. കാനം കൃഷിക്കൂട്ടം ഈ വർഷത്തെ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് ഉപയോഗിച്ച് തെങ്ങ് കയറ്റ യന്ത്രം, വീഡ് കട്ടർ, ചെയിൻസോ എന്നീ ഉപകരണങ്ങൾ വാങ്ങി പ്രവർത്തന രംഗത്ത് സജീവമാണ്. ഉൽപാദന മേഖലയിലുള്ള 42 കൃഷിക്കൂട്ടങ്ങളും കാർഷിക മേഖലയിൽ വിശിഷ്യ പച്ചക്കറി ഉൽപാദനത്തിൽ വലിയ രീതിയിൽ ശോഭിച്ചു വരുന്നുണ്ട്. ഫാം പ്ലാൻ പദ്ധതി പ്രകാരം തയ്യാറാക്കിയ IFS പ്ലോട്ടുകളിൽ മികച്ച ഒന്നാണ് മണിയറയിലെ ശ്രീമതി K. ശാന്തയുടെ സംയോജിത കൃഷിത്തോട്ടം. നെല്ല്, പച്ചക്കറി, വാഴ, തേനീച്ച വളർത്തൽ എന്നിവ ചെയ്തു വരുന്ന കർഷകരുടെ വരുമാന വർധനവും കൃഷിയിടത്തിലെ നിലവിലുള്ള റിസോഴ്സസും പരിഗണിച്ച് കോഴി വളർത്തൽ, മത്സ്യം വളർത്തൽ, റൂറൽ കമ്പോസ്റ്റ് എന്നിവ കൂടുതലായി ഉൾപ്പെടുത്തി സംയോജിത കൃഷിത്തോട്ടം സജ്ജമാക്കി. വാഴകൃഷിയിൽ ശാസ്ത്രീയ പരിപാലന മുറകൾ ഉൾപ്പെടുത്തി സ്വർണ്ണമുഖി, മഞ്ചേരിക്കുള്ളൻ എന്നീ ഇനങ്ങൾ കൃഷി ചെയ്തു. പച്ചക്കറി കൃഷിയിലും ഈ കർഷക കുടുംബത്തിന് മികച്ച വിജയം ഉറപ്പുവരുത്തി. തേനീച്ച വളർത്തൽ കൂടി സംയോജിപ്പിച്ച് മികച്ച ഒരു കൃഷിത്തോട്ടം തയ്യാറാക്കി. ശ്രീമതി ശാന്ത, ഭർത്താവ് ശ്രീ ലക്ഷ്മണൻ എന്നിവരുടെ നിതാന്ത പരിശ്രമമാണ് ഈ കർഷക വിജയത്തിന്റെ കൈമുതൽ. തന്റെ കൃഷിയിടത്തിന്റെ ഹരിതാഭ ജീവിതത്തിലാകെ നിറം പിടിപ്പിച്ച കഥയാണ് ഈ കുടുംബത്തിന് പറയാനുള്ളത്. സംസ്ഥാന കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ കൃഷിഭവന്റെ നിർദ്ദേശപ്രകാരം ഫാം പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ട് കുറച്ച് മത്സ്യങ്ങളും കുറച്ച് മത്സ്യങ്ങളും മുട്ടക്കൃഷിയും മുട്ടക്കോഴിയുടെ കൃഷിയും 30ഓളം വരുന്ന കോഴിനെ ഉൾക്കൊള്ളുന്ന ഒരു കൂടും, പിന്നെ അതുപോലെ തന്നെ വാഴ, പച്ചക്കറി, തെങ്ങ്, കവുങ്ങ് എന്നിവ കൃഷി ചെയ്ത് വരുന്നുണ്ട്. അത് ഫാം പ്ലാനിൻ്റെ നിർദ്ദേശപ്രകാരം അവരെ കൃഷി വകുപ്പിൻ്റെ നിസ്സാരത്തോടു കൂടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ എല്ലാ നിർദ്ദേശങ്ങളും അനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. മോശമില്ലാത്ത രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. നോൺ IFS കൃഷിയിടങ്ങളിൽ എടുത്തുദാഹരിക്കാവുന്ന ഒന്നാണ് കണിയേരിയിലെ ശ്രീ C. തമ്പാൻ്റെ കൃഷിത്തോട്ടം. ഈ വർഷത്തെ ഫാം പ്ലാൻ പദ്ധതിയിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഏകദേശം 20 സെൻറ്റോളം പച്ചക്കറി, വാഴ,
ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അതുകൂടാതെ റൂറൽ കമ്പോസ്റ്റിൻ്റെ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നെൽകൃഷിയിൽ മികച്ച വിജയം കൈവരിച്ച ഇദ്ദേഹം ചെറിയ രീതിയിൽ പച്ചക്കറിയും കൃഷി ചെയ്തു വന്നു. കൃഷിയിടത്തിലെ സ്വാഭാവിക പ്രത്യേകതകളും വിഭവങ്ങളുടെ അഭാവവും മനസ്സിലാക്കി കൃഷിഭവന്റെ നേതൃത്വത്തിൽ മികച്ച ഒന്നാക്കി ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തെ മാറ്റി. ജൈവവളങ്ങൾ പുറത്തുനിന്നും കൂടുതൽ വാങ്ങേണ്ടി വരുന്നത് കൃഷിച്ചെലവ് ക്രമാതീതമായി കൂടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഒരു റൂറൽ കമ്പോസ്റ്റ് നിർമ്മിക്കുകയായിരുന്നു. കൂടാതെ വാഴയും പച്ചക്കറികളും ഇടകലർന്ന ഒരു തോട്ടവും കൂടി സജ്ജമാക്കി. നെൽകൃഷിയിൽ നെല്ലിൻ്റെ സംസ്കരണത്തിൽ ഉള്ള അപാകതകൾ പരിഹരിക്കാനും കൃഷിയിടാധിഷ്ഠിത ആസൂത്രണ പദ്ധതിയിലൂടെ സാധിച്ചു. താഴ്ന്ന മണൽ പ്രദേശത്ത് ചെയ്ത നോൺ IFS പ്ലോട്ടുകളിൽ ശ്രദ്ധേയമായ ഒരു കൃഷിയിടമാണ് കണ്ടങ്ങാളിയിലെ ശ്രീ റജിയുടേത്. വർഷങ്ങളായി പച്ചക്കറി കൃഷിയിൽ മികച്ച വിജയം കൈവരിക്കുന്ന റജി കൃഷിയിടാധിഷ്ഠിത ആസൂത്രണം വഴി തൻ്റെ കൃഷി കൂടുതൽ അഭിവൃദ്ധിപ്പെടുത്തി. വാഴ, കിഴങ്ങുവർഗ്ഗ വിളകൾ എന്നിവ കൂടുതലായി തൻ്റെ കൃഷിയിടത്തിൽ ഉൾപ്പെടുത്തി. 2 കുളങ്ങളിലായി മത്സ്യകൃഷി വിപുലപ്പെടുത്താനും നിലവിലുള്ള കന്നുകാലി വളർത്തലിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനും അതുവഴി തൻ്റെ കൃഷിയിടം പരമാവധി വ്യാപിപ്പിക്കാനും ശ്രീ റജി കഠിന പ്രയത്നത്തിലാണ്. കൃഷിഭവന്റെ കഴിഞ്ഞ വർഷത്തെ മികച്ച പ്രവർത്തനങ്ങളിലൊന്നാണ് കോറോത്തെ ശ്രീ വിജയൻ മാസ്റ്ററുടെ പച്ചക്കറി കൃത്യതാ കൃഷി. തൻ്റെ പച്ചക്കറി കൃഷിയിലുള്ള അദമ്യമായ താൽപ്പര്യത്തെ കൃത്യതാ കൃഷിയിലേക്ക് വഴിതിരിച്ചുവിട്ട ഇദ്ദേഹം 50 സെന്റ് സ്ഥലത്ത് 2 സീസണുകളിലായി പയർ, വെണ്ട എന്നിവ കൃഷി ചെയ്തു. മുമ്പെങ്ങുമില്ലാത്ത ഒരു വിളവ് നേടിയെടുക്കുവാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് ശ്രീ വിജയൻ മാസ്റ്റർ. പച്ചക്കറി കൃഷി വികസന പദ്ധതി പ്രകാരം ഈ വർഷം 2 മഴമറകൾ അനുവദിച്ചു. കാർഷിക രംഗത്ത് സജീവമായ ഇടപെടലുകൾ നടത്തുന്ന മുക്കൂട് പ്രദേശത്തെ ശ്രീ സന്തോഷ് കുമാർ MK, കാരയിലെ ശ്രീ കൃഷ്ണകുമാർ എന്നിവർ 100 സ്ക്വയർ മീറ്റർ വീതമുള്ള റെയിൻ ഷെൽട്ടറുകൾ നിർമ്മിച്ചു. പച്ചക്കറി കൃഷിയിൽ നവീന രീതികൾ അവലംബിച്ച് നേട്ടങ്ങൾ കൊയ്യാൻ 2 കർഷകരും സജീവ പ്രയത്നത്തിലാണ്. നഗരസഭയെ തരിശുരഹിതമാക്കാനുള്ള പ്രയത്നത്തിന്റെ ഭാഗമായി വിവിധ കർഷക സംഘങ്ങളുമായി ചേർന്ന് സംഘടിപ്പിച്ച പരിപാടിയാണ് എൻ്റെ പയ്യന്നൂർ തരിശുരഹിത പയ്യന്നൂർ. നെൽകൃഷിയിൽ പരമാവധി വിസ്തൃതി വ്യാപനമാണ് ഉദ്ദേശിക്കുന്നത്. 2ാം വിളയിൽ 10 ഹെക്ടർ അധികമായി നെൽകൃഷി ഇറക്കുകയും ചെയ്തു. യന്ത്രവൽകൃത ഞാറുനടിയിലും കൊയ്ത്തും നടപ്പിലാക്കി പരമാവധി തൊഴിലാളി ക്ഷാമം പരിഹരിച്ചു. പയ്യന്നൂർ MLA ശ്രീ TI മധുസൂദനാണ് ഈ സവിശേഷ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അടുത്ത സീസണിൽ സമ്പൂർണ്ണ തരിശുരഹിത പ്രദേശമാക്കാൻ കർഷകരും കൃഷിഭവനും ഒത്തുചേർന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കർഷകനുബന്ധ ഉൽപ്പന്നങ്ങളുടെ കേരള ഗ്രോ ബ്രാൻഡിങ്ങിനായി നഗരസഭാ പരിധിയിലെ ശ്രീ മനോജ് കുമാർ EVയുടെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. പ്രകൃതി എന്ന പേരിൽ തേങ്ങ വറുത്ത ചിക്കൻ മസാലക്കൂട്ട്, സാമ്പാർ മസാലക്കൂട്ട്, വറുത്തെടുത്ത മീൻകറി മസാല, തേങ്ങ ചമ്മന്തിപ്പൊടി ഇവ ഭാവിയിൽ കാർഷിക രംഗത്തെ വൈവിധ്യവൽക്കരണത്തിൽ പയ്യന്നൂരിന്റെ ഖ്യാതി വർദ്ധിപ്പിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി, വെജിറ്റബിൾ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി, കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡ് പദ്ധതികൾ, അതുപോലെ കേന്ദ്രാവിഷ്കൃതവും സംസ്ഥാനാവിഷ്കൃതവുമായിട്ടുള്ള വിവിധതരം ഇൻഷുറൻസ് പദ്ധതികൾ, പെൻഷൻ പദ്ധതികൾ, കൂടാതെ പയ്യന്നൂർ നഗരസഭയുടെ ജനകീയ ആസൂത്രണ പദ്ധതി, ഇങ്ങനെ വിവിധങ്ങളായ ചെറുതും വലുതുമായിട്ടുള്ള പദ്ധതികളുണ്ട്. പയ്യന്നൂർ നഗരസഭയുടെ കാർഷിക ഭൂപടവും ഹരിതാവയും പരമാവധി വർദ്ധിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് കേരള കൃഷി വകുപ്പും പയ്യന്നൂർ നഗരസഭ കൃഷിഭവനും.